അവിടെ ഫീഹ എന്നതിൽ സർവനാമമുണ്ട് ദമീർ. അത് എവിടേക്ക് മടങ്ങും? തൊട്ടു മുമ്പ് പറഞ്ഞ വിഷയത്തിലേക്കല്ലേ അതിൻ്റെ മടക്കമുണ്ടാവുക. തൊട്ടു മുമ്പ് പറഞ്ഞതാകട്ടെ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ലഅനത്ത് അവരിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അവിടെ ലഅനത്താണല്ലോ പറയപ്പെട്ടത്. അതുകൊണ്ട് ലഅനത്തിൽ അവർ നിത്യവാസികളായിരിക്കും എന്ന് ചിലർ പ്രതികരണം പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ്റെ ഒരു ശൈലി, ഒരു വിഷയം സുവിദിതമാണ്, സുപ്രസിദ്ധമാണ്, അറിയപ്പെട്ടതാണ് എങ്കിൽ അത് പറയപ്പെട്ടിട്ടില്ലെങ്കിലും സർവനാമം ദമീർ അതിലേക്ക് മടങ്ങും വിധം ഭാഷയിൽ പ്രയോഗിക്കും, വിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ചും. ഉദാഹരണമായി ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ഇവിടെ ഇന്നാ അൻസൽനാഹു, തീർച്ചയായും നാം അതിനെ അവതരിപ്പിച്ചു, അൻസൽനാഹു അതിനെ അവതരിപ്പിച്ചു, ഫീ ലൈലത്തിൽ ഖദ്ർ, ഖദറിൻ്റെ രാവിൽ. ഇവിടെ അതിനെ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഹു എന്നുള്ള ആ സർവനാമം ദമീർ എവിടേക്കാണ് മടങ്ങുന്നത്? വിശുദ്ധ ഖുർആൻ. അത് മുമ്പ് പറയപ്പെട്ടിട്ടില്ല, പക്ഷെ അതറിയപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനെ നാം ഇറക്കി എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്നത് അൽ ഖുർആൻ എന്നോ അൽ കിതാബ് എന്നോ മുമ്പ് പറയപ്പെട്ടിട്ടില്ലെങ്കിലും അതിനെ അറിയിക്കുന്ന ദമീർ പറയുമ്പോൾ ദമീർ മടങ്ങാനുള്ള ആ ഇസ്ം അതറിയപ്പെട്ടതാണെങ്കിൽ അതവിടെ പറഞ്ഞോളണമെന്നില്ല എന്നതാണ് തത്വം. അതേപോലെയാണ് ഇവിടെയും ഖാലിദീന ഫീഹ എന്നതിൽ ദമീറിൻ്റെ അവസ്ഥ. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ പറയപ്പെട്ടൊരു വിഷയമാണ് ഖാലിദീൻ എന്നത്, ഒന്നുകിൽ ജന്നത്തിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ജഹന്നമിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം അറിയപ്പെട്ട കേസുകളിലൊക്കെ ദമീറുകൾ ഇങ്ങനെ പ്രയോഗിക്കപ്പെടും എന്ന് പ്രാമാണികർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തെ ഇവിടെ ഉണർത്തിയെന്ന് മാത്രം. യഥാർത്ഥത്തിൽ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹ്, ഈ പാപികളുടെ മേൽ അള്ളാഹുവിൻ്റെ ലഅനത്ത് ഭവിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിക്കപ്പെട്ടാൽ ആ ലഅനത്തേറ്റവർ നരകത്തീന് വിറകാവുകയല്ലാതെ അവർക്ക് പിന്നെ എന്താണ് ഉണ്ടാവുക? അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെടലാണ്, ആട്ടിയോടിക്കലാണ് ലഅനത്ത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതാണ് അള്ളാഹുവിൻ്റെ ജന്നത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൻതി റഹ്മതി അർഹമു ബികി മൻ അശാഉ മിൻ ഇബാദി. സ്വർഗത്തിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അൻതി റഹ്മതി, നീ എൻ്റെ റഹ്മത്താണ്. അർഹമു ബികി മൻ അശാഉ മിൻ ഇബാദി, എൻ്റെ ദാസന്മാരിൽ ഞാൻ ഉദ്ദേശിക്കുന്നവരെ നിന്നിലൂടെ ഞാൻ കരുണ കാണിച്ച് കരുണയേറ്റി അനുഗ്രഹിക്കുമെന്ന്. നരകത്തോട് പറഞ്ഞു, അൻതി അദാബി, നീ എൻ്റെ അദാബാണ്, ശിക്ഷയാണ്. ഉഅദ്ദിബു ബികി മൻ അശാഉ മിൻ ഇബാദി, ഞാൻ ഉദ്ദേശിക്കുന്ന അടിയാന്മാരെ നിന്നിലൂടെ ഞാൻ ശിക്ഷിക്കുമെന്ന്. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് നമ്മളെല്ലാം അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പോൾ ഇവിടെ അൻതി റഹ്മതി, സ്വർഗത്തിനോട് അള്ളാഹു പറയുകയാണ്, നീ എൻ്റെ റഹ്മത്താകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടാൽ, അള്ളാഹുവിൽ നിന്നുള്ള ലഅനത്ത് ഭവിച്ചാൽ പിന്നെ അവർക്കെന്തില്ല? ജന്നത്തില്ല. അവർക്കുള്ളത് എന്താണ്? അള്ളാഹുവിൻ്റെ അദാബാണ്. അള്ളാഹുവിൻ്റെ അദാബ് അതാണ് അന്നാർ. അൻതി അദാബി, നരകത്തിനോടല്ല പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഇവിടെ ഈ ഖാലിദീന ഫീഹ എന്നിടത്ത് ലഅനത്തിൽ നിത്യനിവാസികൾ എന്ന് പറഞ്ഞാലും നരകത്തിയാകുന്ന അദാബിൽ നിത്യനിവാസികൾ എന്ന് പറഞ്ഞാലും രണ്ട് വാക്കുകളും അഭിപ്രായങ്ങളും പൂരകങ്ങളാണ്, ഒരേ ആശയത്തിലെന്ന പോലെയാണ്. കാരണം അള്ളാഹുവിൽ നിന്നുള്ള ലഅനത്തേറ്റാൽ, അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ, അത് നരകപ്രവേശനത്തെ തേടുന്നു. നരകത്തിൽ പ്രവേശിച്ചാൽ ഇത്തരം പാപികൾ നരകത്തിൽ ശാശ്വതമാകുന്നതിനെ, നിത്യശിക്ഷയ്ക്ക് വിധേയമാകുന്നതിനെ തേടുന്നു എന്നുള്ളതാണ്. അള്ളാഹു നരകത്തിൽ നമ്മളെ കാക്കുമാറാവട്ടെ.